ഇന്ന് സേമിയ ഉപ്മ ആണ് ഉണ്ടാക്കിയത്. സ്റ്റോറിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന റോസ്റ്റഡ് സേമിയ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഈ സേമിയ ഞാനിനി കൂടുതൽ റോസ്റ്റ് ചെയ്യുന്നില്ല, നേരിട്ട് ഉപയോഗിക്കുക ചെയ്യുന്നത്. ഇതൊന്നുകൂടി റോസ്റ്റ് ചെയ്തില്ല എന്ന് കരുതി ടേസ്റ്റിനൊന്നും ഡിഫറൻസ് ഒന്നും വരാൻ പോകുന്നില്ല. ഓൾറെഡി ഇത് പാകത്തിന് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചുവട് കട്ടിയുള്ള ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിക്കുന്നത്. കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കടുകിട്ടു. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞ് ഫ്ലെയിം ഒന്ന് സിമ്മർ ചെയ്യണം. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന ഉഴുന്ന് ചേർക്കാം. ഹോൾ ഉഴുന്നാണ്. ഫ്ലെയിം സിമ്മർ ചെയ്തില്ലെങ്കിൽ ഉഴുന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി കാഷ്യൂ നട്ട്സ് ആണ് ഇടുന്നത്. കാഷ്യൂ നട്ട്സും റൈസിൻസും എപ്പോഴും കഴുകിയതിന് ശേഷം മാത്രമേ കുക്കിങ്ങിന് എടുക്കാൻ പാടുള്ളൂ. ഇനി അതിലേക്ക് ഗോൾഡൻ റൈസിൻസ് ആണ് ചേർക്കുന്നത്. റൈസിൻസ് ഒന്ന് സോട്ട് ചെയ്യുമ്പോഴേക്കും അത് പ്ലംപി ആയിട്ട് വരും. സാധാരണ ഉപ്പുമാവിന് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനകത്തും ചേർക്കുന്നുള്ളൂ. അടുത്തതായി ഇതിൽ ചേർക്കുന്നത് സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉണക്കമുളക്, വെളുത്തുള്ളി. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. ഫ്ലെയിം ഇപ്പോഴും സിമ്മറിലാണ് കിടക്കുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റാം. കുറച്ചൊന്ന് വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ചേർക്കാം. ഇനി ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം 1.5 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. ക്യാരറ്റൊക്കെ ഓൾറെഡി സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. സേമിയയ്ക്ക് കൂടിയുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി അത് നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കണം. സേമിയ ഇടുന്നതിനോടൊപ്പം തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അടുത്തതായി ചിരകി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങയാണ് ചേർക്കുന്നത്. ഒന്നുകൂടി മിക്സ് ചെയ്യാം. അതിനുശേഷം പഴയതുപോലെ ഫ്ലെയിം സിമ്മർ ചെയ്യണം. സാവകാശം ഇരുന്നാണ് ഇത് വേകേണ്ടത്, അല്ലെങ്കിൽ വേകുന്നതിന് മുമ്പ് വെള്ളം വറ്റിപ്പോകും. ഒന്ന് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കണം. പാത്രത്തിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. എന്നാലും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. കുറച്ച് ഗ്രീൻ പീസ് വേണമെങ്കിലും ചേർക്കാം, പക്ഷേ ഞാനിവിടെ അത് ചേർക്കുന്നില്ല. അടച്ചു വെച്ച് 2 മിനിറ്റിന് ശേഷം ഒന്നുകൂടി ഓപ്പൺ ചെയ്യുകയാണ്. വെള്ളമെല്ലാം വറ്റി പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ചസാര കൂടി ചേർക്കണം. ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുകയാണ്. 1 കപ്പ് സേമിയയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തത്. വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കരുത് കേട്ടോ. ഇത്രയും മതി. നല്ല ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു ഫോക്ക് വെച്ചിട്ടാണ് ഞാനിത് ഇളക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, 4 മണി ടിഫിനും ഡിന്നറിനും സേമിയ ഉപ്മ ഉണ്ടാക്കാം. സേമിയ ഉപ്മ റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫീഡ്ബാക്ക് തരാനും മറക്കരുത്.